യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനങ്ങൾ കേൾക്കുവാനും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തു. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിലെ വചന കേൾവി തീർച്ചയായിട്ടും നിങ്ങളെ ബലപ്പെടുത്തും, കൂടുതൽ നിങ്ങളെ ശക്തിപ്പെടുത്തും. ഒരു പ്രാവശ്യം കേട്ടു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അതിൽ സംതൃപ്തിപ്പെടരുത്. വീണ്ടും ഈ സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കുക വഴി കൂടുതൽ വചനത്തിൽ ഉറയ്ക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 28 മുതലുള്ള വേദഭാഗങ്ങളാണല്ലോ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ 29-ാമത്തെ വാക്യം, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നുള്ള വേദഭാഗം നമുക്ക് വായിക്കുവാൻ സാധിച്ചു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ വായിച്ചതായ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം സങ്കീർത്തന പുസ്തകം 46-ാം അധ്യായം 10-ാം വാക്യമായിരുന്നു. നിങ്ങൾക്ക് ആ വാക്യം ഓർമ്മയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിവേ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുവാൻ നമ്മൾ വളരെയധികം വെമ്പൽ കൊള്ളാറുണ്ട്. ദൈവത്തെ അനുഭവിക്കുക എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് അതേ സമയം തന്നെ മറുപടി ലഭിക്കുവാൻ നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്നു. എന്നാൽ പലപ്പോഴും ദൈവമഹത്വം കാണാതിരിക്കുന്നതായ സമയങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ സമയം നമ്മൾ ദൈവത്തോട് വളരെയധികം പിണങ്ങി നിൽക്കുന്നതായ അനുഭവങ്ങളുമുണ്ട്. പക്ഷേ ദൈവത്തിന്റെ വചനം നമ്മളോട് എപ്പോഴും പറയുന്നത് ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ഒരു പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവം തന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ പലപ്പോഴും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്തതായ സാഹചര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ആ സാഹചര്യങ്ങൾ എന്താണ് എന്നുള്ളതും കൂടിയാണ് നമ്മൾ ഈ ദിവസങ്ങൾ പരിശോധിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ ഒരു വലിയ ആഹ്വാനമാണ് മുഴക്കുന്നത്. യേശു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവീൻ, എല്ലാവരും വരുവീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആശ്വാസം തരുവാനും നിങ്ങളിൽ ദൈവ മഹത്വം വെളിപ്പെടുത്തുവാനും ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ദൈവത്തിൽ വിശ്വസിച്ചും അവനിൽ ആശ്രയിച്ചും വന്നെങ്കിൽ മാത്രമേ ഈ ദൈവത്തിന്റെ മഹത്വം നിങ്ങളിൽ വെളിപ്പെടുകയുള്ളൂ. ഈ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വായിച്ചതായ വാക്യത്തിൽ വളരെ വ്യക്തമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ ആശ്വാസം നമ്മുടെ മേൽ ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നു. കാരണം മനുഷ്യൻ പലപ്പോഴും ആശ്വാസം ഇല്ലാത്തവനാണ്. എന്താണ് ഈ ആശ്വാസം എന്ന് പറയുന്നത്? നമ്മളുടെ ആത്മാക്കളുടെ ആശ്വാസത്തെക്കുറിച്ചാണ് ഇവിടെ ദൈവവചനം നമ്മോട് പറയുന്നത്. നോക്കൂ, ഈ ലോകത്തിൽ എപ്പോഴും ഈ ലോകം തന്റെ സുഖങ്ങളിലൂടെ മനുഷ്യനെ താൽക്കാലികമായ ആശ്വാസത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ ഏതാനും നാളുകൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഒരു വിഷമം വരുമ്പോൾ ഒരു ടൂറിന് പോകുക, ചില ടൂറിസ്റ്റ് പ്ലേസുകളിൽ സന്ദർശിച്ച് ഒരു ആശ്വാസം കണ്ടെത്തുക. അതേപോലെ തന്നെ ഇന്ന് പൊതുവായി നമ്മുടെ ഇടയിൽ കാണുന്നതായ മദ്യപാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ആശ്വാസം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതായ അനേക ആളുകളുണ്ട്. ഇതെല്ലാം തന്നെ ലോകം കൊടുക്കുന്നതായ സമാധാനമാണ്. പക്ഷെ യേശു എന്ന് പറഞ്ഞത്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ഇവിടെ ലോകം തരുന്നത് പോലെ അല്ലാത്തതായ സമാധാനത്തെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു പറയുകയാണ്. കഴിഞ്ഞ ദിവസം യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വിശ്വാസത്തോടും ആശ്രയത്വത്തോടും കൂടെ നമ്മൾ കടന്നു വരികയും അതേപോലെ തന്നെ അവന്റെ മുഖം നമ്മൾ ഏറ്റുകൊള്ളണം എന്ന് വ്യക്തമായും പഠിക്കുകയുണ്ടായല്ലോ. എന്ന് മാത്രമല്ല, നാം കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും പഠിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതായ കാര്യമാണ് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിച്ചത്. ഇതിൻ്റെ എല്ലാം വിശദമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു. ആർക്കെങ്കിലും അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനു മുമ്പ് പ്രക്ഷേപണം ചെയ്തതായ വീഡിയോകൾ കാണാവുന്നതാണ്. എങ്കിലും വളരെ ചുരുക്കമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മുഖം എന്ന് പറയുന്നത് അവന്റെ വചനത്തെ നമ്മൾ അനുസരിക്കുന്നതും അതേപോലെ തന്നെ അവന്റെ അധികാരത്തെ അംഗീകരിക്കുന്നതുമാണ്. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് അവൻ പിതാവായ ദൈവത്തിന്റെ വാക്കുകളെ അനുസരിച്ചു. യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അതേപോലെ തന്നെ അവന്റെ അധികാരത്തിനും യേശു കീഴ്പ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കാൽവരി ക്രൂശിൽ തന്റെ ഇരുകരങ്ങളും വിരിച്ചുകൊണ്ട് കാലുകൾ നീട്ടിക്കൊണ്ട് യേശുക്രിസ്തു കിടക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ന വണ്ണമാണ് അവിടെ യേശു ആയിരിക്കുന്നത്.
അപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിൽ യേശു പിതാവായ ദൈവത്തിൻ്റെ അധികാരത്തെ അംഗീകരിച്ചുകൊണ്ട് പിതാവായ ദൈവം പറഞ്ഞതിനെ അവൻ ഫോളോ ചെയ്തുകൊണ്ടാണ്, അനുഗമിച്ചുകൊണ്ടാണ് യേശു ക്രിസ്തുവായിരിക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? യേശു ക്രിസ്തു ആ മരണവേദനയിൽ പോലും ആശ്വാസമുള്ളവനായിരുന്നു. ആ കൊടും വേദനയുടെ നടുവിൽ പോലും പിതാവെ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് യേശുക്രിസ്തുവിന് പറയാൻ സാധിച്ചു. കാരണം അത് യേശുക്രിസ്തുവിന് കൊടുത്തതായ ആശ്വാസം വളരെ വലുതായിരുന്നു. ലോകം തരുന്ന ആശ്വാസമല്ല നിലനിൽക്കുന്നത്, ദൈവം തരുന്ന ആശ്വാസം മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നുള്ള സത്യമാണ് നമുക്കിവിടെ ഗ്രഹിക്കുവാൻ സാധിക്കുന്നത്. നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഈ 29 വാക്യത്തിന്റെ അവസാന ഭാഗമാണ്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്താണ് ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എന്ന് പറയുന്നത്? ഈ ആത്മാക്കളുടെ ആശ്വാസം എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊതുവിൽ നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ ആശ്വാസമാണ്, ശരീരത്തിന് സുഖമാണ് നമ്മൾ നോക്കുന്നത്. പലരും ചിന്തിക്കുന്നത് ശരീരത്തിന് സുഖം കിട്ടിയാൽ അത് ആത്മാവിനും ഒരു സുഖമാണ് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല വസ്തുത എന്ന് പറയുന്നത്. ജീവിതത്തിൽ ലോകപരമായി സന്തോഷിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല വീടും നല്ല വാഹനങ്ങളും നല്ല സൗകര്യങ്ങളും താമസിക്കാൻ പറ്റിയതായ നല്ല ഒരു മേഖലയിലും താമസിക്കുന്നവരായ ആളുകൾ നമ്മൾ ഓർക്കും അവർ വളരെയധികം സന്തുഷ്ടരാണ്. പക്ഷെ അവരുടെ അടുക്കിലേക്ക് നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഓക്കെ, ഇതെല്ലാം തന്നെ നല്ലതാണ്, എൻ്റെ വീട് നല്ലതാണ്, എൻ്റെ താമസിക്കുന്ന സ്ഥലം നല്ലതാണ്, എൻ്റെ ചുറ്റുപാട് നല്ലതാണ്, നല്ല കുടുംബം ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, പക്ഷെ മനസ്സിന് ഒരു സുഖമില്ല. നല്ല ബർത്ത്ഡേ കൊണ്ടാടുന്നതായ ആളുകൾ അവർ പറയും, യെസ്, ഇന്ന് ഞാൻ വളരെയധികം സന്തോഷിച്ച ഒരു ദിവസമാണ്, പക്ഷേ എൻ്റെ മനസ്സിന് ഒരു സന്തോഷമില്ല. എന്താ സന്തോഷമില്ലായ്മ എന്ന് പറയുന്നത്? മനസ്സിന്റെ സന്തോഷം, മനസ്സിന്റെ ആശ്വാസം എന്ന് പറയുന്നത് ദൈവം തരുന്നതാണ്. അപ്പോൾ ദൈവം തരുന്ന ഈ ആത്മാവിന്റെ ആശ്വാസം അനുഭവിക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ വഴികളിൽ നടക്കണം. നാം യേശുവിന്റെ മുഖം ഏറ്റെടുക്കണം. യേശുവിന്റെ മുഖം എന്ന് പറയുന്നത് നാം അവന്റെ വചനം അനുസരിക്കുന്നതും അവന്റെ അധികാരത്തെ അംഗീകരിക്കുന്നതുമാണ്. അങ്ങനെ നാം ആ മുഖം ഏറ്റെടുത്ത് നാം നടക്കണം, നാം യാത്ര ചെയ്യണം. നോക്കണേ, ഇതെല്ലാം ഏറ്റെടുത്ത് നമ്മൾ നടക്കുക, നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കുരിശെടുത്ത് എന്നെ അനുഗമിപ്പീൻ എന്ന് യേശു പറയുമ്പോൾ നമ്മളുടെ ജീവിത രീതിയാണ് അത് കാണിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ മുഖം ഏറ്റെടുത്ത് അവനോട് പഠിച്ച് നടക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു. ഇത് സംബന്ധിച്ച് മറ്റൊരു വാക്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യിരെമ്യാവിന്റെ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പീൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. അവരോ ഞങ്ങൾ അതിൽ നടക്കയില്ല എന്ന് പറഞ്ഞു. നോക്കണേ, ഈ വാക്യം ഇസ്രായേലിനോട് ദൈവം സംസാരിക്കുന്നതായ പ്രവചനികമായ ഒരു വാക്യമാണ്. അതേസമയം തന്നെ പ്രവചനികമാകുമ്പോൾ തന്നെ അവരുടെ ജീവിത അവസ്ഥയും അതുതന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ദൈവം ഇവിടെ പറയുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകൾ നോക്കി ചോദിച്ച് അതിൽ നടപ്പീൻ. അതിൽ നടപ്പീൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിത വഴികളെയാണ് അത് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ നടക്കുക, ഓടുക എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം നമ്മുടെ ജീവിതത്തെയാണ് കാണിക്കുന്നത്, ജീവിത വഴികളെയാണ് അത് കാണിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേൽ ജനം നടക്കുന്നത് പുതിയ വഴികളിലാണ്. അതായത് പുതിയ രീതിയിലുള്ളതായ ചിന്തകളും അതേപോലെ തന്നെ മതപരമായ കാര്യത്തിലാണെങ്കിൽ പോലും പുതിയ കാര്യങ്ങളിലാണ് അവർ ഏർപ്പെടുന്നത്. അവർക്ക് എപ്പോഴും ആവശ്യം അവരുടെ ആവശ്യങ്ങളെ അംഗീകരിക്കുന്ന, അവരുടെ ആവശ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന, അത് പെട്ടെന്ന് പ്രവർത്തിക്കുന്നതായ കാര്യങ്ങളെയാണ്. ഇന്നും അങ്ങനെയല്ലേ നമുക്ക് കാണുവാൻ കഴിയുന്നത്? പെട്ടെന്ന് വിടുതലുണ്ടാകണം, പെട്ടെന്ന് സൗഖ്യമുണ്ടാകണം, പെട്ടെന്ന് കാര്യത്തിന് പരിഹാരമുണ്ടാകണം, പെട്ടെന്നൊരു ഉറപ്പുണ്ടാകണം. ഇതിനു വേണ്ടി എന്താ ചെയ്യുന്നത്? ഇവർ പഴയ വഴികളെ ഉപേക്ഷിച്ച് പുതിയ വഴികളിലേക്ക് തിരിയുന്നു. അതായത് ഇസ്രായേൽ ജനത്തിന്റെ അനുഭവത്തിൽ അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ, അശേര പ്രതിഷ്ഠകളെ അവർ പ്രതിഷ്ഠിക്കുവാൻ, അന്യദൈവങ്ങളെ ആരാധിക്കുവാൻ അവർ പുറപ്പെട്ടു പോയി എന്നുള്ള ഒരു സാഹചര്യം ഈ വാക്യത്തിലുണ്ട്. ഇതേപോലെ തന്നെയാണ് ഇന്നും വിശുദ്ധ വേദപുസ്തകം നമ്മൾ കൈ പിടിക്കുമെങ്കിലും നമ്മൾ മറ്റു പലരുടെയും പുറകെ യാത്ര ചെയ്യുന്നതായ അനുഭവങ്ങളുണ്ട്. യേശുക്രിസ്തുവിനേക്കാളും പ്രാധാന്യം മനുഷ്യർക്ക് കൊടുത്ത്, യേശുക്രിസ്തുവിനേക്കാളും പ്രാധാന്യം വിശുദ്ധ ബൈബിൾ പരാമർശിക്കുന്ന മറ്റുള്ളവർക്ക് കൊടുത്ത് പുതിയ വഴികളിൽ നടക്കുന്നതായ ആളുകളുണ്ട്. പക്ഷെ ഏതാണ് പഴയ വഴി?
പഴയ വഴി എന്ന് പറയുന്നത് ദൈവം വെച്ച വ്യവസ്ഥയാണ്. അതായത് ഇവിടെ നമ്മൾ വായിച്ചതുപോലെ അവൻ്റെ മുഖം ഏറ്റെടുത്ത് അവനോട് പഠിച്ച് ജീവിക്കുന്നതായ ഒരു ജീവിതം, അതാണ് നമ്മുടെ പഴയ വഴി എന്ന് പറയുന്നത്. അപ്പോൾ നല്ല വഴി ഏതെന്ന് പഴയ വഴി പറഞ്ഞു തരും എന്ന് പറയുമ്പോൾ അതിനർത്ഥം വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി നമ്മുടെ ആത്മീക വഴികളെക്കുറിച്ച്, നമ്മുടെ ജീവിത വഴികളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ജീവിക്കുന്നവർക്ക് ദൈവം ആശ്വാസം കൊടുക്കും എന്നുള്ള വളരെ സുപ്രധാനമായ ഒരു പ്രോമിസാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആശ്വാസം നൽകുന്നത് ദൈവമാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് നമുക്കിവിടെ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ലോകം ആശ്വാസം തരും, പക്ഷേ നിങ്ങളുടെ ആത്മാവിനല്ല, നിങ്ങളുടെ മനസ്സിനല്ല. ലോകം ആശ്വാസം തരും നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ആശ്വാസം തരും. പക്ഷേ ഇതുപോലും സ്ഥിരതയുള്ളതല്ല എന്ന് മനസ്സിലാക്കി ദൈവം തരുന്ന ആശ്വാസത്തിനായി നമുക്ക് കാത്തിരിക്കുവാൻ, അതേ ആ ആശ്വാസം അനുഭവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നം വന്നാലും ദൈവം തരുന്ന ആശ്വാസം നമ്മെ നിലനിർത്തുന്നതായ ആശ്വാസമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം അവൻ്റെ വഴികളിൽ നടന്നാൽ, അതേ ആ പഴയ പാതകളിൽ നടന്നാൽ, ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ആരാധിക്കുവാനും അവനെ മഹത്വപ്പെടുത്തുവാനും അവൻ മാത്രം നമ്മുടെ സമ്പത്ത് നെണ്ണി നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ മനസ്സിന്, ഹൃദയത്തിന് ആശ്വാസം നൽകുന്ന കാര്യം. ഇന്ന് പല ആളുകൾക്കും സ്ട്രെസ്ഫുള്ളായിട്ട് ജീവിതമാണ് നയിക്കുന്നത്. കാരണം അവർ നടക്കുന്നത് പുതിയ വഴികളിലാണ്. എന്നാൽ പഴയ വഴി ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവവചനത്തെ അംഗീകരിച്ചുകൊണ്ട്, അവൻ്റെ അധികാരത്തെ അംഗീകരിച്ചുകൊണ്ട്, ആ മുഖമേറ്റുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ആശ്വാസം ഗ്യാരണ്ടീഡാണ്, ഉറപ്പുള്ളതാണ് എന്ന് മനസ്സിലാക്കി നമുക്ക് ഇന്ന് ഈ സന്ദേശത്തെ സ്വീകരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ പുതുവഴികളെ തേടിപ്പോകാറുണ്ട്. പലപ്പോഴും ഈ പുതുവഴികളുടെ ആ ആകർഷണീയത ഞങ്ങളെ മയക്കാറുണ്ട്. പക്ഷേ പഴയ വഴി, അതായത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതായ വഴി, ദൈവത്തിൻ്റെ വചനം അനുസരിച്ചും അവൻ്റെ അധികാരത്തെ അംഗീകരിച്ചും കൊണ്ടുള്ള ജീവിതത്തിലൂടെ കടന്നു പോകുവാൻ തക്കോണം ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. ഇന്ന് ഹൃദയത്തിൽ ആശ്വാസമില്ലാത്തവരായി, മനസ്സിന് സ്വസ്ഥതയില്ലാത്തവരായി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ദൈവവചനത്തെ അംഗീകരിച്ചുകൊണ്ട് അതിനെ ഫോളോ ചെയ്തുകൊണ്ട്, കർത്താവിൻ്റെ പരമാധികാരത്തെ അംഗീകരിച്ചുകൊണ്ട് ആ പഴയ വഴിയിൽ ജീവിപ്പാൻ നീ അവരെ സഹായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേ പഴയ വഴികളെ, ആ വഴികളെ പഠിച്ച് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ അധികാരത്തെയും അതുപോലെ അവൻ്റെ വചനത്തെയും ഫോളോ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എങ്കിൽ നമ്മുടെ മനസ്സിന് ആശ്വാസം ലഭിക്കും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടുതൽ വിവരങ്ങൾക്കായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ.